അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീനഗറിലുള്ള ഡാൽ ഗേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്തിന് തിരിക്കുകയാണ്, ഇവിടെ നേരെ കട്ടറയിലേക്ക് പോവാണ്. ട്രെയിനും ബസ്സൊക്കെ കയറി നേരെ കട്ടറയിലേക്ക് പോകുന്നൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ താമസിച്ച റൂമിൻ്റെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ താമസിച്ച റൂമിലേക്ക് പോകാനുള്ള ഒരു വഴി. എൻ്റെ റൂം അങ്ങ് അവിടെ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ എത്ര ചെറിയ വഴി ഇതുവരെ നമുക്ക് നടന്നിട്ട് പോവാം. മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് പോവാം. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം, എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ട്രെയിൻ പിടിക്കണം, എന്നിട്ട് നേരെ ബനിഹാളിലേക്ക്, പിന്നെ അവിടുന്ന് ഉദംപൂറിലേക്ക് ബസ്സും. ഇതാ ഇവിടെ പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ കടിക്കല്ലേ കളി കടിച്ചല്ലേ. എന്താ എൻ്റെ ബാക്കിൽ തന്നെ വരികയാണ്, സീനായോ. ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം മെയിൻ റോഡാണ്, വണ്ടികളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. അപ്പോൾ ഇതുവഴി നേരെ ഒരു കിലോമീറ്റർ ഉണ്ട് നമുക്ക് ശ്രീനഗർ ടൗണിലേക്ക്. അവിടെ നിന്ന് വല്ല ബസ്സോ ഓട്ടോയോ എന്തെങ്കിലും ആക്കിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണം. ഇപ്പോൾ ഞാൻ കാശ്മീരിൽ ഏകദേശം 1-2 ദിവസം താമസിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ പറയുകയാണെങ്കിൽ, എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനെടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ എല്ലാവർക്കും നല്ല വൃത്തിയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല, ഇവിടെ നല്ല വൃത്തിയിൽ തന്നെയാണ് ആൾക്കാരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം. ടൂറിസ്റ്റിനോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ പെരുമാറുന്നത്. നമുക്ക് എന്ത് കാര്യം അറിയില്ലെങ്കിൽ വിശ്വസിച്ച് അവരോട് ചോദിക്കാം, എന്ത് കാര്യങ്ങൾ അവരോട് ചോദിക്കാം. പക്ഷേ ഇവിടെ ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ സോൻമാർഗ് ആയാലും ഗുൽമാർഗ് ആയാലും പെഹൽഗാം ആയാലും എവിടേക്കായാലും ശ്രീനഗറാണ് മെയിൻ പോയിൻ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാശ്മീരിൻ്റെ മെയിൻ ടൗൺ ശ്രീനഗറാണ്. അപ്പോൾ ഇവിടുന്ന് ബസ്സൊന്നും അധികം കിട്ടില്ല. ഷെയർ ടാക്സി, പിന്നെ അതുപോലെ തന്നെ ട്രാവലർ, അതുപോലത്തെ സംഭവങ്ങളാക്കി തന്നെ പോകണം. പക്ഷേ അതിനാണെങ്കിൽ ഇന്ന വിലയൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വില അവർ പറയും. പിന്നെ നമ്മൾ വാർഗൻ ചെയ്ത് കുറക്കാനല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കുറവാണ്, വീക്കാന്ന് തന്നെ പറയുവാണെങ്കിൽ. പിന്നെ ഇവിടെ ആകെ ഉള്ളൊരു അഡ്വാൻറ്റേജ്, ആകെ ഉള്ളൊരു ഉപകാരം ഇവിടുത്തെ റെയിൽവേ ആണ്, ഇന്ത്യൻ റെയിൽവേ. കാരണം 20 രൂപയ്ക്ക് നമുക്ക് ബനിഹാളിന് ശ്രീനഗർ വരെ എത്താം. അത് ബാർഗൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓണസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെ ആയിരിക്കില്ല ഇന്ത്യൻ റെയിൽ തരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് നമുക്ക് ഇവിടത്തേക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ 45 ആയിരുന്നു, ഇപ്പോൾ ലോക്കൽ ഫെയർ ആയ സമയത്താണ് 20 രൂപ ആയത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം USBRL പ്രൊജക്റ്റ്, റെയിൽവേ ലിങ്ക് പ്രൊജക്റ്റ്, അതായത് കട്ടറയിൽ നിന്ന് ബനിഹാൾ വരെ ഉള്ള കണക്ഷൻ. ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ടാക്സിക്കാർക്കൊക്കെ അടി കിട്ടും. ടാക്സിക്കാർക്കായാലും ബസ്സുകാർക്കായാലും ആർക്കായാലും നല്ല രീതിക്ക് അടി കിട്ടും. കാരണം അവിടെ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയിരുന്നാൽ ഇവിടത്തേക്ക് എത്തിയല്ലോ, നമുക്ക് യാത്ര ചെയ്യുന്ന ഡ്യൂറേഷനും കുറവാണ്. ഇത് 4 മണിക്കൂറൊക്കെ 4, 5, 6 മണിക്കൂറൊക്കെ റോഡ് വഴി വരുന്ന സമയത്ത് 6 മണിക്കൂറൊക്കെ പറയുന്നത് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നേ. എല്ലാ സമയത്ത് 4 മണിക്കൂർ 3 മണിക്കൂറിനൊക്കെ എത്തും. നമുക്ക് 1 മണിക്കൂർ ബ്ലോക്ക് ഇല്ലാതെ വരുന്നല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ട്രെയിനെ ചൂസ് ചെയ്യും. അപ്പോൾ അതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സിക്കാർക്കൊക്കെ നല്ല അടി കിട്ടും. ഇവിടുന്ന് റെയിൽവേയിലേക്ക് പോകാൻ ഒരു ബസ് കിട്ടി, ചെറിയൊരു ഇതിൽ കയറി പോകാനേ. ഓക്കെ, ബസ്സിന് ഇവിടത്തേക്ക് 20 രൂപയായത്. പിന്നെ ഇന്ന് വലിയ രീതിക്കുള്ള സ്നോ ഒന്നും ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി വലിയ രീതിക്ക് സ്നോഫോളൊന്നും ഇതില്ലാന്ന് തോന്നും. ഞാൻ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ സ്നോ ഉണ്ടായിരുന്നു. സ്നോഫോൾ ഉണ്ടായില്ല, പക്ഷെ നല്ല രീതിക്ക് തന്നെ സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സ്നോ ഇല്ല. അപ്പോൾ ഇവിടെ തന്നെയുണ്ട് ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. പാർക്കിംഗ് ഒക്കെ ഇരുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ ശ്രീനഗർ ബനിഹാൾ ട്രെയിനിൻ്റെ കുറച്ച് വിഷ്വൽസ് ഇവർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിക്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന ഒരു പിക്ക് നോക്കി ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ എജാതി സ്നോൻ്റെ അകത്തുള്ള ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. അതുപോലത്തെ ഒരു ക്ലൈമറ്റൊന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിലുള്ള സ്നോഫോളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്നോഫാളുള്ള സ്നോ. പിന്നെ ഇങ്ങനെ ഈ അറ്റത്ത് കാണുന്ന സുംബർ എന്നൊക്കെ കണ്ട, അത് ഈ അടുത്ത് വന്നതാണ്.
അതായത് ഞാൻ പറഞ്ഞ നേരത്തെ USBRLൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനാണ്. കാരണം അത് മെമു ആണ്, ഇലക്ട്രിക്കാണ്, മറ്റേ മൂന്നും കാണുന്നത് ഡീസലാണ്. ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറി, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമായി കാണുന്നത്. 10:21 സമയം, നമ്മൾ വണ്ടി 10 ഇറക്കാം, 10:28 ടൈം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഹീറ്റിംഗ് കുബിക്കൽ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ AC വെയിറ്റിംഗ് ഹാൾ പോലെ ഇവിടുത്തെ ഹീറ്റിംഗ് കുബിക്കൽ, ഹീറ്റിംഗ് വെയിറ്റിംഗ് ഹാൾ ആണെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, എൻ്റെ ഇപ്പുറത്തുനിന്നുള്ള കാഴ്ച. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളാണ്. കാരണം ബോർഡറോട് ചേർന്ന ഒരു പ്രദേശമാണല്ലോ ഇത്, പാകിസ്ഥാൻ ബോർഡറോട്. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ കയറുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കയറി വരുമ്പോൾ തന്നെ. ഇന്നലെ രാത്രിക്ക് പെയ്ത സ്നോ ആണ് ഈ കാണുന്നത്. ഇതിവർ കൂട്ടി സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ബാറാമുല്ലയിലേക്ക് പോകാനുള്ള ഡെമോ വന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പാണ് ബാറാമുല്ല. ഇവിടുത്തെ ഡെമോ എല്ലാം 8 കാറാണ്. ഞാൻ ശ്രീനഗറിലെത്തിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ആൾക്കാർ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഓട്ടമാണ്. അതെന്താണെന്ന് അറിയുന്നവരോട് ഒന്ന് കമൻറ്റ് ചെയ്തോ. എല്ലാവരും പെട്ടെന്നൊരു ഓട്ടം. ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ചെയ്തു, പെട്ടെന്ന് എല്ലാവരും ഓടിപ്പോകുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞുതരോ. ബാറാമുള്ള ബനിഹാൾ DEMU പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിക്കാണ് നമുക്ക് ബനിഹാളിലേക്ക് പോകേണ്ടത്. നല്ല റഷ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന സമയത്ത് വലിയ റഷൊന്നും ഇല്ല, പക്ഷേ ഇപ്പോൾ നല്ല റഷുണ്ട് ട്രെയിനിൻ്റെ അകത്ത്. സീറ്റൊന്നുമില്ല, ആൾക്കാരൊക്കെ സ്റ്റാൻഡിങ് ആണ്. അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് ട്രെയിൻ എടുത്തു. അങ്ങ് അറ്റത്ത് കാണുന്നൊരു ലൈൻ കണ്ട, അതാണ് മെയിൻ ലൈൻ. ഇപ്പോൾ അടുത്തോട്ട് പോകും ട്രെയിൻ, ട്രാക്ക് ചേഞ്ച് ആയി അങ്ങോട്ട് പോകും. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള സ്നോ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുറവാണ് ഈ സമയത്ത്. എന്നാലും അത്യാവശ്യം സ്നോ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറുതായിട്ട് സ്നോ വന്നു തുടങ്ങിയിട്ട്, കുറച്ചും കൂടി വന്നു തുടങ്ങി. കയറിയപ്പോൾ തൊട്ടുണ്ടായതിനോട് കുറച്ചും കൂടി അധികം വന്നു തുടങ്ങി സ്നോ. കാണുന്നുള്ള വ്യൂ ഒക്കെ ഞങ്ങള് ആ ഒരു ഭാഗത്തൊക്കെ അടിപൊളി മലനിരകളാണ്. ട്രെയിൻ ഏറ്റവും ഫ്രണ്ടിലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാക്കുകളൊന്നും ഒട്ടും അപ്ഡേറ്റ് അല്ല. നമ്മുടെ നാട്ടിലത്തെ ട്രാക്കൊക്കെ ഇപ്പോൾ കുറേ മാറ്റിക്കഴിഞ്ഞല്ലേ. ഇവിടുത്തെ ട്രാക്കിൽ ഇപ്പോൾ ഒരു പഴയ ശബ്ദമൊക്കെ ഉണ്ട്.
പൻസ്കോം റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ലട്ടാ, നല്ല തണുത്ത കാറ്റ് അടിച്ച് കയറിയ. ബിജ് ബെഹ്റ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് നീളം വളരെ കുറവാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് നീളം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ വാപ്പ് 7 വാപ്പ് 4 ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ട്രെയിൻ ഓടി തുടങ്ങുമല്ലോ, വന്ദേ ഭാരത് ഓടി തുടങ്ങുമല്ലോ ജനുവരി ലാസ്റ്റോടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഫ്ലോപ്പ് ആവില്ല. എങ്ങനെയാണ് ഇതൊക്കെ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിയോ, അതല്ലെങ്കിൽ ബനിഹാൽ ടു ശ്രീനഗർ നോൺ സ്റ്റോപ്പ് റൺ ആയിരിക്കും. മേ ബി നോൺ സ്റ്റോപ്പ് റൺ ആയിരിക്കും, കാരണം റെയിൽവേ സ്റ്റേഷനൊക്കെ നീളം വളരെയധികം കുറവാണ്. അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് കേട്ടോ, ജനുവരി 26-നാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇതിലൂടെ ആദ്യമായി ഓടിത്തുടങ്ങും എന്നൊക്കെ പറയുന്നത്. അതിന് എക്സ്റ്റെൻഡ് ചെയ്തോന്നും അറിയില്ല, കാരണം ഇപ്പോൾ നെറ്റില്ലാതെ 2 ദിവസമായി. ഇതിൻ്റെ കാര്യം ഇപ്പോൾ അറിയില്ലെങ്കിൽ ബനിഹാലിനും ശ്രീനഗറിനും ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 20 രൂപയാണ്. മേഘങ്ങളൊക്കെ കുറച്ച് വിട്ട് മാറിത്തടങ്ങി. ചെറുതായിട്ട് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക്.
ട്രെയിൻ ഇതാ ഗാസിക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. ഞാൻ അപ്പാണ്ട് ഇതിൽ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും അധികം സ്നോ കണ്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ ഗാസിക്കുണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഒരു ഇഷ്ടംപോലെ സ്നോ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് സ്നോ, ഫ്രഷ് സ്നോ അല്ല, ഇത് രാവിലെ ഇങ്ങോട്ടെടുത്ത് മാറ്റിയതുകൊണ്ട് ഇതിൻ്റെ ഫ്രഷ്നസ് ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇന്ത്യൻ ആർമീസ് ഉണ്ട്. ജില്ലർ ഷഹബാദ് റെയിൽവേ സ്റ്റേഷൻ ഡിപ്പാർട്ട് ചെയ്തു. അതിനടുത്തൊരു വലിയൊരു ടണൽ വരും. അത് കഴിഞ്ഞാൽ ബനിഹാളെത്തും. ശ്രീനഗറിൽ നിന്ന് 78 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ ബനിഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ ക്ലൈമറ്റ് ഒന്നാകെ മാറി. ഇപ്പോൾ ഫുള്ള് സൂര്യൻ്റെ വെട്ടം മാത്രമേ വരും. സ്നോ ഒന്നും ഒട്ടുമില്ല ഇവിടെ. ആ ഒരു ടണൽ കഴിഞ്ഞിട്ടാകുമ്പോൾ ക്ലൈമറ്റിൻ്റെ മുഖം മാറി. ഇവിടുത്തെ വീടുകളുടെ മേൽക്കൂര ഉണ്ടോ ആ ഒരു ഷേപ്പ്, അതങ്ങനെ ഒരാൾ കാരണം ഇവിടെ സ്നോഫാൾ ഉണ്ടെന്ന് പറയണം. സ്നോഫാളൊക്കെ വരുമ്പോൾ അതൊക്കെ താലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷേപ്പിൽ മേൽക്കൂരൊക്കെ വെച്ചിട്ടുള്ളത്. ബനിഹാളിലെത്തി നമ്മളൊന്ന് ഡെമോ ഇടേണ്ടി. പിന്നെ ഇതിവിടെ നമ്മളെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ, നോർത്തേൺ റെയിൽവേൻ്റെ ഒരു ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തി? ആ കാണുന്ന WP7 ആണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. 3AC 3 ടയർ എക്കണോമി അല്ലേ? ഇതെന്താണ് ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ടല്ലോ. ഇതേപോലത്തെ കോച്ച് വളരെ ചുരുക്കമാണ്. ഇത് 2023 ബിൽഡാണ്. ഇവിടുന്നുള്ള കാഴ്ച എങ്ങനെയാ കേട്ടോ, നല്ല അടിപൊളി സീനിയർ സ്റ്റേഷൻ. ട്രെയിനൊക്കെ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നൊക്കെ. ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ നല്ല പാറി കളിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇതാ സ്പീഡ് ട്രെയിലാണ് ബനിഹാൾ കട്ര സെക്ഷൻ. ഈ ഒരു ബനിഹാൾ കട്ര സെക്ഷന് കഴിഞ്ഞല്ലോ, ഫുള്ള് പണിത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്പീഡിൻ്റെ ഒരു ട്രെയിൻ റണ്ണാണൊക്കെ പോകുന്നത്. 11 കിലോമീറ്ററാണ് ഈ ഒരു സെക്ഷൻ്റെ ദൂരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊരു ബ്രിഡ്ജ് ഉണ്ട്, ചെന്നാ ബ്രിഡ്ജ്. വേൾഡ് മോസ്റ്റ് ടോളസ്റ്റ് ബ്രിഡ്ജായിട്ട് മാറി ആ ഒരു റെയിൽവേ ബ്രിഡ്ജ്, ചെനാ ബ്രിഡ്ജ്. ഈഫൽ ടവറിനെ കാട്ടി ഹൈറ്റ് കൂടുതലാണ് ആ ഒരു ബ്രിഡ്ജിന്. ഇതാണ് ഇതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച. ഇനിയിപ്പോൾ നേരെ ഉദംപൂരിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഇവിടുന്ന് ടാക്സിക്കാരൻ ഒരു റേറ്റാണ് പറയുന്നത്. ഇവിടുന്ന് 400, ഇവിടുന്ന് 500, ജമ്മു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചോദിച്ചാൽ ബസ്സൊന്നും കാണില്ല. ഞങ്ങളുടെ ഭാഗത്തൊരു ബസ്സാണ്. നമുക്ക് ബസ് നോക്കാനാണ് എനിക്ക് പ്ലാൻ. ഇങ്ങോട്ട് ആ ടാക്സി വന്നിട്ട് തിരിച്ച് ബസ് വാങ്ങാൻ പ്ലാൻ. ബനിഹാലിൽ നിന്ന് ഉദംപൂരിലേക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബസ്സിൽ നമുക്ക് പോവാം. ഉദംപൂർ വരെ ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടാവും. പ്രശ്നമില്ല. ഇപ്പോൾ സമയം 1 മണിയായി. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടാക്സിക്കാർ പല റേറ്റാണ് പറയുന്നത്. ഒരിടത്ത് 500, ഒരിടത്ത് 600, ഒരിടത്ത് 400. ട്രാവലറിൽ 400, ടാക്സിക്ക് 500, 600, അങ്ങനെ പല റേറ്റാണ്. മേ ബി ഈ ഒരു വിൻ്റർ ആയിരിക്കും ഈ ബനിഹാളിന്
ഉദംപൂർ ബനിഹാളിൽ ഈ ഒരു വിൻ്ററിൽ മാത്രമായിരിക്കും ഇതുപോലെ ടാക്സികളും ബസ്സുകളും സർവീസ് നടത്തുക. ഉറപ്പാണ്, ഷുവറാണ്. കാരണം അടുത്ത വിൻ്റർ മുതൽ മേ ബി നമ്മളിപ്പോൾ നേരത്തെ കണ്ട ട്രെയിൻ ഉണ്ടല്ലോ, അത് സക്സസ് ആവും, ഉറപ്പാണ്. അതായത് തുടങ്ങിയ അതിലൂടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഉദംപൂർ വരെ ഫെയർ നിൽക്കുന്നത് 300 രൂപയാണ് കേട്ടോ. സമയം 1:45. ഇപ്പോഴാണ് ഇവിടുന്ന് ബസ് എടുക്കുന്നത്. ആൾക്കാരൊക്കെ ഇത് ഫുള്ളാവാടി കാത്തിരുന്നതാണ്. ഇപ്പൊ ബനിഹാൾ നമ്മൾ യാത്രയായി. ബനിഹാൾ റെയിൽവേ സ്റ്റേഷനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ ബൈ ബനിഹാൾ. നല്ല അടിപൊളി ട്രെയിൻ യാത്രയായിരുന്നു. സ്നോയിലൂടെ വന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് ആ ഒരു ട്രെയിൻ യാത്ര. ഇവിടുന്ന് താഴ്ച നോക്കിയങ്ങൾ അടിയുടെ നല്ല താഴ്ചയാണ്. ഇതിലൂടെ റോഡിലൂടെ വരാനും നല്ല രസമാണ്. എരുവൈ ടാക്സിയിൽ വരുന്നതിനെക്കാട്ടി കൂടുതൽ അടിപൊളി ബസ്സിൽ വരുന്നത് തന്നെയാണ്. കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. വണ്ടി ഇപ്പൊ ചെനാനി ടോളിന്റെ അടുത്തെത്തി. അപ്പൊ ഇവിടെ കച്ചവടത്തിന് ആൾക്കാരെത്തി. അവര് തേങ്ങ കൊത്ത് വെക്കുകയാണ്. തേങ്ങ മുറിച്ചിട്ട് അത് വെക്കുകയാണ്. ഗരി 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 നാരിയൽ എന്ന് പറഞ്ഞ് ഗരി ഗരി നാരിയൽ എന്ന് പറഞ്ഞ അവര് വെക്കുകയാണ്. ചെനാനി നശ്രി ടണൽ. ടണലിന്റെ ലെങ്ത് വരുന്നത് 9 കിലോമീറ്റർ ആണ്. 9 കിലോമീറ്റർ. ഈ ഒരു ടണലിൻ്റെ അകത്ത് നിന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്താൽ നല്ല ഫൈൻ കിട്ടും. ടണൽ കഴിഞ്ഞു 9 കിലോമീറ്റർ. ഏകദേശം കാനങ്ങാടുന്ന് നീലേശ്വർ പോകുന്ന ഡിസ്റ്റൻസ്. ഉദംപൂരിലൊക്കെ തന്നെ 23 കിലോമീറ്ററും കൂടിയുണ്ട്. ബസ്സപ്പോൾ ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്കാണ് ബസ് നിർത്തിയിട്ടുള്ളത്, ഇതുപോലത്തെ ഒരു സ്ഥലത്ത്. പിന്നെ ഇതാണ് ഞാൻ ഉദംപൂരിലേക്ക് പോകുന്നുള്ള ബസ്. ഇതാണ് ഈ കരൻ ട്രാവൽസ് എന്നുള്ള ഒരു ബസ്. ഇപ്പോൾ ഉദംപൂറും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദംപൂർ ഇറങ്ങിയില്ല, കാരണം ഈ റൂട്ടൊന്ന് കാണാൻ വിചാരിച്ച്. ജമ്മു താവി വരെയുള്ള ഉദംപൂർ ആയാലും ജമ്മു താവി ആയാലും ബസ്സിന് 300 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ജമ്മു താവി ഇറങ്ങാമെന്ന് വിചാരിച്ചു. चाय करें बराबर ऐसा अच्छी चीज मुझ में पेट्रोल में जाए पर सिगरेट साके के बात है हां
ഞാൻ ചെയ്യുന്ന മണ്ടത്തരാണോ എന്നൊരു ഡൗട്ട്. എന്നാലും ഇങ്ങനെ പോയേക്കാം. ഞാനങ്ങനെ ഈ ഒരു സ്ഥലത്ത് ബസ് വന്നിറങ്ങിയിരിക്കുകയാണ്. കാരണം വേറൊന്നും അല്ല, അതിനെ പറയാം. ഞാനിവിടെ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ ആ ബസ്സിലത്തെ കണ്ടക്ടറോട് ചോദിച്ചു നോക്കി, ജമ്മു താവി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കട്ടറയിലേക്ക് ബസ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിൽക്കുക അവിടെ പോയിട്ട് കട്ടറയിൽ പോകുന്നതൊക്കെ വട്ടാണ്, അതൊരു പ്രാന്ത് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഇറക്കാം, ഒരു ബൈപ്പാസ് ഇറക്കാം, നിനക്ക് അവിടെ നിന്ന് കട്ടറയിലേക്കുള്ള ബസ് കിട്ടും, അവിടെ നിന്നാണെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞു. തന്നെ അങ്ങനെ ഒരു ബൈപ്പാസിൽ ഇറക്കി. എന്നിട്ടിപ്പോൾ ഞാൻ കുറച്ച് മുമ്പോട്ടേക്ക് നടക്കുകയാണ്. അവിടെയാണ് കട്ടറയിലേക്കുള്ള അങ്ങോട്ടേക്കുള്ള ഡൈവേർഷൻ വരുന്ന കുറച്ച് മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് കട്ടറയിലേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കട്ടറയിലേക്ക് ബസ്സിന് വന്നല്ലേ അല്ലേ. ജമ്മു താവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ലാസ്റ്റ് വണ്ടി ഓൾറെഡി 2:25 പുറപ്പെട്ട് കഴിഞ്ഞ്. പിന്നെ ഉള്ള ട്രെയിനിൽ വരണമെങ്കിൽ വെളുപ്പിന് 3 മണി 4 മണിയാണ്. അതുവരെ ഒന്നും കാത്തക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹൈവേ NH44 ആണ്. കന്യാകുമാരിയിൽ നിന്ന് കട്ടറയിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. ഇന്ത്യസ് ലോങ്ങസ്റ്റ് ഹൈവേ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ NH44. അതിലൊരു കാര്യം ഞാൻ വീണ്ടും പറയാം, കാശ്മീരിലെ ആൾക്കാരുടെ സ്വഭാവം, ടൂറിസ്റ്റുമായിട്ടുള്ള ഫ്രണ്ട്ലി സ്വഭാവം, അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് കുറേ ആൾക്കാർ അനുഭവിച്ചിരുന്നു ഞാൻ. നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് കാശ്മീരിലെ ആൾക്കാർ. നമുക്ക് ഈ ഒരു ഫ്രണ്ട്ലി പുറത്ത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിതുവരെ ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഇത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കാശ്മീരിലത്തെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ്, ജമ്മു 42 കിലോമീറ്റർ, ഡൽഹി 602 കിലോമീറ്റർ, പിന്നെ പഞ്ചാബിലെ പത്താൻകോട്ടിലേക്ക് ഇവിടുന്ന് 139 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് 221 കിലോമീറ്റർ, പിന്നെ ഉധംപൂരിലേക്ക് 39 കിലോമീറ്റർ. ശ്രീനഗറും ഉധംപൂറും നേരെയാണ്. കത്ര ഇതാ ലെഫ്റ്റ്. അവിടെ ഒരു ബസ് ഉണ്ട്. ആ ബസ്സായിരിക്കും കട്ടറയിലേക്ക് പോകുന്നത്. പോയി നോക്കി ചോദിച്ചോക്കാം നമുക്ക്. രാവിലെ 8 മണിക്ക് ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബനിഹാളിൽ നിന്ന് ബസ് കയറിയത് ഉച്ചയ്ക്ക് 1:45 അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തത്. ഞാൻ അവിടെ നിന്നൊരു ബസ്സിൽ കയറി. പക്ഷേ ബസ്സിൽ ഫുള്ള് പാട്ടായിരുന്നു, ഒന്നും നടക്കുന്നില്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് വഴി അകത്തൂടെ കയറി അപ്പുറത്തേക്ക് പോകണം. അവിടെ കട്ര ടെമ്പിൾ, വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തന്നെ. ഇതാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ബസ് കട്രയിൽ നിന്ന് ഇവിടത്തേക്ക്. അപ്പോൾ അങ്ങനെ കട്രയിൽ വന്ന് ഇറങ്ങി. ബസ്സിന് 50 രൂപയാണ് ഫെയർ ആയത്. ടോട്ടൽ 350 രൂപ. പിന്നെ ഇത് ഇവിടെ കാണുന്ന വൈഷ്ണോദേവി ടെമ്പിളാണ് ഇവിടെ കാണാം. അതൊക്കെ കയറി പോകാനുള്ള പടികളാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ടാസ്ക് ഒരു നല്ലൊരു ഹോട്ടൽ മുറി എടുക്കേണ്ടതാണ്. കട്ടറിലെ മെയിൻ ബസാർ മാർക്കറ്റ് ഇവിടത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് റൂം എടുക്കുന്നത്. ഈ മുമ്പിൽ കാണുന്നൊരു പുള്ളി ഒരു നല്ലൊരു റൂം കാണിച്ചിട്ട് അറിഞ്ഞാണ്. അപ്പോൾ പുള്ളിയുടെ പുറകെ ഇങ്ങനെ പോയൊക്കെയാണ്. നോക്കി നോക്കാം, നല്ല റൂമാണെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല റഷ് ഉണ്ട് കേട്ടോ. ഇത് നല്ല വയ്യാണ് കേട്ടോ, നല്ല കൊള്ള, നല്ല അടിപൊളി രസമുണ്ട്. കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. 2 സൈഡും കടകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരൻ എവിടെയോ ഉണ്ടോ, ഇത് എടുത്തേക്കാണെന്ന് ഒരു പിടുത്തമില്ല. സോ ഫൈനലി ഒരു റൂം ഇടിയുണ്ട്. പുള്ളി 500 രൂപ. ഹൗ മച്ച്? 500. ഓക്കെ, 500 രൂപക്കാണ് ഈ ഒരു റൂം തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, നല്ല അടിപൊളി വാഷ്റൂമൊക്കെയാണ്. അപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് 500 രൂപയ്ക്ക് ഈ റൂം കൺഫേമായി എടുത്ത്. എന്തായാലും ഒരു വൃത്തി റൂം തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ ഞാൻ ചെക്കൗട്ട് ചെയ്ത് പോകും. പിന്നെ നല്ല കറക്റ്റാണ്. പിന്നെ AC ഒക്കെ ഉണ്ട്. AC എടുത്ത ആവശ്യം ശരിക്കും ഇപ്പോൾ ഇല്ല, നല്ല തണുപ്പാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കാഴ്ചകളൊന്നുമില്ല കാണാൻ, പക്ഷെ എന്നാലും ഓക്കെ. ബാത്റൂമിൽ ഹീറ്ററൊക്കെ ഉണ്ട്. ഇപ്പോൾ റൂമിലെത്തി ഒന്ന് ഫുള്ള് സെറ്റായിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ പറയണ്ട, ഇന്നത്തെ കാര്യം പറയേ വേണ്ട.
111 കിലോമീറ്റർ യാത്രയായി ഞാൻ എടുത്തത് 6 മണിക്കൂറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 6 മണിക്കൂർ പറയുമ്പോൾ സമം പനിയാണെന്ന്. കട്ടറയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ കണ്ടില്ലേ, ആ ട്രെയിൻ ഓൾറെഡി 1 മണിക്കൂർ മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടാവും, 1-2 മണിക്കൂർ മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അനങ്ങി തിരിഞ്ഞ് വരുന്നത് കാരണം കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ആ ഒരു ട്രെയിൻ ഉടൻ തന്നെ വരട്ടെ നമുക്ക് എല്ലാവർക്കും കരുതിയിരിക്കാം. കാരണം ഇപ്പോൾ തന്നെ അറിയാം, ഞാൻ പനിയാളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി പിന്നെയും ബസ് കയറി കട്ടറയിലേക്ക് വന്ന ഒരു പരിവായി തന്നെ പറയുവാണെങ്കിൽ. പിന്നെ തണുപ്പുണ്ടായ കാരണം ആ ഒരു യാത്രാക്ഷീണം അത്രക്കൊന്നും അറിയുന്നില്ല. ആ ഒരു ഗുണം മാത്രമേ ഉണ്ട് ഈ തണുപ്പിനെ കൊണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. കട്ടറയിലേക്ക് ഞാൻ രണ്ടാമത് ബസ്സിൽ കയറി ആ വഴി അടിപൊളി വഴിയായിരുന്നു. നല്ല സീനറി കൂടായിരുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം ഇരുട്ടായി. പിന്നെ രണ്ടാമത്തെ കാര്യം ബസ്സിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള കുറച്ച് പരിമിതികളുണ്ടായി. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്തിയാണ്. നമുക്കിനി നാളെ രാവിലെ ഇവിടുന്ന് എണീച്ച് ഒരു യാത്രയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.